പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കാകെ സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് സ്തേഫാനോസിൻ്റെ ഗുണലക്ഷണങ്ങൾ, അതായത് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ് വിശ്വാസം നിറഞ്ഞവനായിരുന്നു. കർത്താവിൽ ഉറച്ച വിശ്വാസമുള്ളവരെയാണ് കർത്താവ് ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത്. 7 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരുവനാണ് സ്തേഫാനോസ്. സ്തേഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം, സ്തേഫാനോസിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിശ്വാസമായിരുന്നു. അബ്രഹാം തൻ്റെ ഏകജാതനായ മകന് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസാക്കിനെ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞില്ല. ആരോടും പറയാതെ അതിരാവിലെ എഴുന്നേറ്റ് വിറകുകളെല്ലാം കീറി മകനെയും ബാല്യക്കാരെ 2 പേരെയും കൂട്ടി അവൻ പോവുകയാണ്. അതും മോറിയ ദേശത്തിലേക്ക് പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം ദൂരം നടന്ന് ആ മോറിയ ദേശത്ത് ചെന്ന് ഞാൻ കാണിക്കുന്ന മലയിൽ നിൻ്റെ മകനെ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മല കണ്ടു. ഭയങ്കര മോറിയ ബെട്ട. ആ സ്ഥലം കണ്ട് ആ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കാൻ. കഴുതയും അവിടെ നിർത്തിയിട്ട് മകൻ്റെ കയ്യിൽ വിറകം മേടിച്ചു കൊടുത്ത് മകനും അപ്പനും കൂടെ ആ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. പോകുന്ന വഴിയിൽ മകൻ ചോദിക്കുന്നു, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന്. ആ സമയം അപ്പൻ പറയുകയാണ്, അബ്രഹാം പറയുകയാണ്, മകനെ ദൈവം കരുതിക്കൊള്ളും. അവൻ്റെ ആ വിശ്വാസം എത്ര വലുതാണെന്ന് നോക്കിയേ. നമ്മൾ വെറുതെ വായിച്ചുകൊണ്ടാകത്തല്ല, അവൻ്റെ ആ വിശ്വാസത്തെക്കുറിച്ചൊന്ന് നോക്കിയേ. മകനെ ദൈവം കരുതിക്കൊള്ളുമെന്നു. അങ്ങനെ ആ മോറിയ മലയുടെ മുകളിൽ ചെന്ന് യാഗപീഠമെല്ലാം റെഡി ചെയ്ത് വിറകുകളെല്ലാം അടുക്കിയിട്ട് മകനോട് പറയാണ്, മകനെ നിന്നെ ബലി കൊടുക്കുവാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന്. ഈ കാലം മക്കളാണെങ്കിൽ എന്തു ചെയ്തേനെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പനെ പിടിച്ചു തള്ളി, കത്തി മേടിച്ച് വേണമെന്ന് വരില്ല, അപ്പനിട്ട് വെട്ടി പിടിച്ചു തള്ളി എറിഞ്ഞിട്ട് ഇറങ്ങി ഓടിപ്പോയേന്. അപ്പം കയ്യും കാലും എൻ്റെ മരണവെപ്രാളത്തിൽ അപ്പൻ്റെ മേത്ത് മുട്ടാതെ കയ്യും കാലും കെട്ടിക്കിടത്താൻ പറഞ്ഞു. അങ്ങനെ കയ്യും കാലും കെട്ടി മകനെ കിടത്തി. പ്രിയ മക്കളെ, മകനെ ദൈവം കരുതിക്കൊള്ളുമെന്നാണ് അവൻ പറഞ്ഞത്. അതുപോലെ തന്നെ ദൈവം അവിടെ കരുതി. കത്തി കയ്യിലെടുത്ത ഉടനെ ഇതാ ഭയങ്കര മുള്ളിൻ്റെ ഇടയിൽ ഒരു കുറ്റിക്കാട്ടിൽ ഒരു ഭയങ്കര മുട്ടനാട് കുരുങ്ങിക്കിടക്കുന്നു. അതവിടെ നിന്ന് അലക്കുകയാണ്. ആ സമയത്തെ മകനെ അഴിച്ചുവിട്ട് ആകാശവാണിയായിട്ടു, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേലെ കൈവയ്ക്കരുതെന്ന് അങ്ങനെ പറഞ്ഞ് ഉടനെ ആടിനെ കാണുകയും ഭയങ്കര മുട്ടനാടിനെ കാണുകയും മകനെ അഴിച്ച് 2 പേരും കൂടെ പോയി അതിനെ പിടിച്ചോണ്ട് വന്ന് മകന് പകരം അതിനെ യാഗം കഴിക്കുന്നു. ആ വിശ്വാസമാണ് ഭയങ്കര വിശ്വാസം. ആ ബാല്യക്കാരോട് എന്നാണ് പറഞ്ഞിട്ട് വന്നത്? ഞാനും എൻ്റെ മകനും പോയി ആരാധന കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. പക്ഷെ എനിക്കറിയാം, അബ്രഹാം മകനെ വെട്ടി ഞുറുക്കി തീ കത്തിച്ച് ചാരവാക്കും. ചാരത്തിൽ നിന്നും തരുവാൻ ശക്തവനാണ് ദൈവമെന്ന് അബ്രഹാമിന് ഭയങ്കര വിശ്വാസമായിരുന്നു.
ഇതല്ല എൻ്റെ സബ്ജക്റ്റ്. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം. ആ അബ്രഹാമിന് കൊടുത്തതുപോലെയുള്ള വിശ്വാസമായിരുന്നു സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ. അവൻ ഭയങ്കര വിശ്വാസവും പരിശുദ്ധാത്മ നിറവുമുള്ള വ്യക്തിയായിരുന്നു. അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പരീക്ഷയുടെ നടുവിലും, ആര് നമ്മളോട് ഫൈറ്റിങ്ങിന് വന്നാലും, ആര് നമ്മളെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ അധൈര്യപ്പെട്ട് ഭയന്ന് ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വിഷമിച്ചു പോകും. സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ ഒരു പ്രസംഗമേ അവൻ ചെയ്തുള്ളൂ. ആത്മപരവശയോടുകൂടെ നിന്ന് പ്രസംഗിക്കുകയാണ്. അവൻ പ്രസംഗിക്കുന്ന സമയത്ത് ആത്മനിറവോടുകൂടെ, ആത്മാവിൻ്റെ ബലമുണ്ടെങ്കിലേ കർത്താവിന് വേണ്ടി എന്തും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ടായിരിക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു മുദ്രയുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മുദ്രയുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് ദീക്ഷാസ്നാനം എടുത്ത മക്കൾക്ക് ഓരോരുത്തർക്കും മുദ്ര ദൈവം കൊടുക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പറയുന്നത്. എഫേസ്യർ 1-14 വാക്യം നിങ്ങൾ വായിച്ചു നോക്കേ. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മുദ്ര നമുക്ക് അത്യന്താവശ്യമാണ്. അത്യാവശ്യമായ ഒന്നാണ് ഈ മുദ്ര. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ മുദ്ര ഉണ്ടായിരിക്കും. മുദ്ര ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരുത്തർക്കും വിലയുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 19 ചോദിക്കുന്നത് നമ്മൾ വായിക്കുന്നു. സ്തേഫാനോസ് അതുപോലെ തന്നെ. സ്തേഫാനോസ് ആരായിരുന്നു? ഭയങ്കര വിശ്വാസമുള്ളവനായിരുന്നു, പരിശുദ്ധാത്മ നിറവുള്ളവനായിരുന്നു. ഇനിയും രണ്ടാമത് സ്തേഫാനോസ് ആത്മാവും ജ്ഞാനവും ഉള്ളവനായിരുന്നു. ജ്ഞാനവും ആത്മാവും ഉള്ളവനായിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 6 വാക്യം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായിരുന്നു സ്തേഫാനോസ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകജ്ഞാനവും വേണം, ദൈവിക ജ്ഞാനവും ഉണ്ടായിരിക്കണം. ജ്ഞാനം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ച് മേടിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചോദിച്ച് മേടിക്കണം. അതായത് യാക്കോബ് 1 വാക്യത്തിൽ നോക്ക്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. നമ്മൾ ദൈവത്തോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം കുറവാണെങ്കിൽ, പ്രിയ മക്കളെ, പഠിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ദൈവമേ എനിക്ക് ബുദ്ധി തരണമേ, എനിക്ക് വിവേകത്തെ തരണമേ, എനിക്ക് ജ്ഞാനത്തെ തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. ജ്ഞാനം നമുക്ക് വേണം. ജ്ഞാനമില്ല എങ്കിൽ വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ പറയുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കമുള്ളവർ ആയിരിക്കണം എന്നാണ്. ബുദ്ധിയില്ലാത്തത് കൊണ്ട് എത്രയോ ജനങ്ങൾ, എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. ബുദ്ധിയില്ല, ജ്ഞാനമില്ല, എത്രയോ വ്യക്തികൾ നശിച്ചു പോകുന്നു. അതിനുവേണ്ടി ദൈവമേ എനിക്ക് ജ്ഞാനത്തെ തരണമേ, എനിക്ക് ബുദ്ധിയെ തരണമേ, എനിക്ക് വിവേകത്തെ തരണമെന്നും പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എനിക്ക് വചനത്തിൻ്റെ കൂടാർത്ഥങ്ങളെ നീ എനിക്ക് മനസ്സിലാക്കി തരണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളവർക്ക് മാത്രമേ ധൈര്യമായിട്ട് ദൈവത്തോട് ചോദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, അതുപോലെ തന്നെ സംസാരിപ്പാൻ സമർത്ഥനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6 വാക്യം. സംസാരിപ്പാൻ സമർത്ഥനായ വ്യക്തിയായിരുന്നു ആര്? സ്തേഫാനോസ്. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും
ആത്മാവോട് എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. സംസാരിപ്പാൻ നല്ല സാമർഥ്യമുള്ളവനായിരുന്നു. അവൻ്റെ സംസാരത്തെ എതിർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ വാക്യം പറയുന്നത്. നമ്മൾ വചനം സംസാരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് തർക്കിക്കുവാനോ വാദിക്കുവാനോ വരുമ്പോൾ നമ്മൾക്ക് വചനം നല്ലപോലെ അറിയാമായിരിക്കണം. വചനം അറിയാമെങ്കിൽ നമ്മൾ വചനം ബൈബിള് നീർത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിക്കണം. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ വാക്ചാതുര്യം ഇല്ലാത്ത മോശയ്ക്ക് സ്തേഫാനോസ് നല്ല വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നു. അവൻ വാക്ചാതുര്യത്തോടെ സംസാരിച്ചു. അതുപോലെ മോശ, അവന് യാതൊരു വാക്ചാതുര്യമില്ലായിരുന്നു. അവൻ ദൈവം അവന് കൊടുത്തതാണ് ആ സാമർഥ്യം, വാക്ചാതുര്യ സാമർഥ്യം. മോശ, അയ്യോ ഞാൻ വിക്കനാണ്, എന്നെ ഒന്നിനും കൊള്ളിക്കത്തില്ല, ഞാൻ പോകത്തില്ല, ഇങ്ങനെയാന്നൊക്കെ ദൈവത്തോട് മോശ പറഞ്ഞു. ആ സമയത്ത് മോശയ്ക്ക് വാക്ചാതുര്യം ഉള്ളവനാക്കി തീർത്തത് നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിനകത്ത് നമ്മൾ വായിക്കുന്നു, കാണുന്നു. പ്രിയ മക്കളെ, അതുപോലെ തന്നെ സ്തേഫാനോസ് ദൈവത്തിൻ്റെ മഹിമയാൽ നിറഞ്ഞവനായിരുന്നു. വാക്സാമർത്ഥ്യമുള്ളവനായിരുന്നു, ദൈവത്തിൻ്റെ മഹിമയാൽ നിറഞ്ഞവനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മഹിമ അവനിൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അന്യോന്യതയിൽ ജീവിച്ചതുകൊണ്ട് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ അവിടെ ഇരുന്നവരെല്ലാം കണ്ടു. അതുപോലെ മോശ ദൈവത്തോടുകൂടെ ഇരുന്നിട്ട് താഴെ ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖം നോക്കുവാൻ ജനങ്ങൾക്ക് ഭയമായി വന്നു. അത്ര പ്രകാശമായിരുന്നു മോശയുടെ മുഖത്തിന്. അവരെ മുഖം മൂടി, മോശയുടെ മുഖം നോക്കാൻ മേലാത്ത വിധത്തിൽ. അതേപോലെ ദൈവത്തിൻ്റെ മഹിമ അവൻ്റെ മുഖത്ത് വിളങ്ങി. ആ മഹിമ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് വിളങ്ങി കാണണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് എപ്പോഴും അന്യോന്യതയിൽ കഴിയണം. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനം നമ്മളിലും വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് ഒരു പ്രസന്നത ഉണ്ടാകത്തുള്ളൂ. യഥാർത്ഥമായി ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരുടെ മുഖത്ത്, യഥാർത്ഥമായി ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരുടെ മുഖത്ത് വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. നല്ല പ്രകാശമാനമായ വെളിച്ചം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ മുഖം ഒരുമാതിരി കറുത്ത കപ്പ് കളറാകി ഒരുമാതിരി പിടിച്ചിരിക്കും. അതേസമയം ദൈവവുമായിട്ട് അന്യോന്യത കഴിയുന്നവരുടെ മുഖം വളരെ പ്രകാശമാനമായി കാണും. അവർ നോക്കുമ്പോൾ ജനങ്ങളെല്ലാം അവനോട് വാശിയിൽ അങ്ങനെ വിറച്ചുകൊണ്ട് ജനങ്ങളെല്ലാം നിൽക്കുകയാണ് ഇവൻ പ്രസംഗിക്കുന്ന സമയത്ത്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവൻ്റെ മുഖം ആരുടെ മുഖം പോലെ കണ്ടത്? നല്ല ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശമാനമായി കണ്ടു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവവുമായിട്ട് എപ്പോഴും അന്യോന്യതയിൽ കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തും നല്ല ശോഭയും വെളിച്ചവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്തേഫാനോസ് ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. ആരാണ്? ഞാനിപ്പോൾ 3-4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. സ്തേഫാനോസ് ആരായിരുന്നു? സ്തേഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. 1. 2, സ്തേഫാനോസ് ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. 3, സ്തേഫാനോസ് സമർത്ഥനായിരുന്നു, സംസാരിപ്പാൻ സമർത്ഥനായിരുന്നു. വചനം അവന് വായ്പാട്ടമാണ്. ആ വായ്പാട്ടത്തോടുകൂടെ ആരെതിർത്തവൻ്റെ നേരെ വന്നിട്ടും അവൻ വചനം പിടിച്ച് ഓരോരുത്തരോടും വചനം നല്ല രീതിയിൽ സംസാരിച്ചു. അവൻ വചനം സംസാരിക്കാൻ സമർത്ഥനായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ
മഹിമയാൽ നിറഞ്ഞവനായിരുന്നു. ദൈവം അവനുമായിട്ട് എപ്പോഴും അന്യോന്യതയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് അവൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ മഹിമയാൽ നിറഞ്ഞവനായിരുന്നു. അതുപോലെ തന്നെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. ആര്? സ്തേഫാനോസ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 53-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. സ്തേഫാനോസിനെ പീഡിപ്പിക്കാൻ വന്നവരോട് അവൻ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇന്ന് ഈ കാലത്തും അതുപോലെയാണ് ജനങ്ങൾ. വചനം പിടിച്ച് നടക്കും, വചനം കേൾക്കും, വാക്യം കാണാതെ പറയും, പക്ഷേ അതനുസരിച്ച് നടക്കത്തില്ല, അതനുസരിച്ച് ജീവിക്കത്തില്ല. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ വചനം കേട്ടാൽ പോരാ, നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കണം. സ്തേഫാനോസ് വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവൻ ധൈര്യമായിട്ട് അവരോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സമയത്ത് അവരെല്ലാവരും കല്ലുകൾ വലിച്ച് അവനെ എറിയായിരുന്നു. അവൻ ധൈര്യമായിട്ട് ആ സമയത്ത് അവിടെ നിന്നു. അതുപോലെ നമ്മൾ ബൈബിൾ വായിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് ശരിയായി ജീവിച്ചില്ല എങ്കിൽ നമ്മൾ വചനവും പിടിച്ച് നടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മക്കളെ, യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ വചനം അനുസരിച്ച്, ഇനി നമുക്കധികം കാലമില്ല, ഏത് നിമിഷം എന്താകുമെന്ന് അറിയത്തില്ല. എന്ത് സംഭവിച്ചാലും എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ചേരണം, നിത്യരാജ്യത്തിൽ ചേരണം. അതൊരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ആശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്തേഫാനോസ് ദൈവിക ദർശനമുള്ളവനായിരുന്നു. ദൈവിക ദർശനം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 56-ാമത്തെ വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ആൾക്കാർ അവൻ പ്രസംഗിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടെ ആത്മപരവശയോടുകൂടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്ല് വലിച്ചെറിയാണ്. അത് ഒരാളോ രണ്ടു പേരോ അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ കല്ല് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്ല് എറിഞ്ഞ് തല പൊട്ടുന്നു, നെറ്റി പൊട്ടുന്നു, ശരീരം മുഴുവനും ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇരുന്ന ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ഇരുന്ന യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്നു. കാരണം സ്തേഫാനോസ് ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവമായിട്ട് എപ്പോഴും അന്യോന്യതയിൽ ജീവിച്ച വ്യക്തിയാണ്. ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാണ്. നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവെന്ന നിറവോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സാമർത്ഥ്യത്തോടെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആൾക്കാരെല്ലാം അവനെ കല്ലെറിയുന്നതും. എനിക്കിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് ദുഃഖം വരും. കാരണം പല സ്ഥലങ്ങളിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവമായിട്ടുണ്ട്. മരിച്ചിട്ടില്ല. വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിക്കേണ്ടിയ ഓരോ വില്ലേജുകളിലും ആശുപത്രികളിലും എല്ലാം ഒരുപാട് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് രക്തം ഒഴുകുന്ന സമയത്തും അവൻ എത്ര നല്ല മനുഷ്യനായിട്ടാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത്. അവൻ മേളിലേക്ക് നോക്കുമ്പോൾ അവൻ ദർശനമുള്ളവനായിരുന്നു. നല്ല ദർശനം. ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടണമെന്ന് വരികിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവൻ ദൈവത്തെ കണ്ടു.
ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ ദൈവദർശനമുള്ളവനായിരുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവദർശനം ഉള്ളവർ ആയിരിക്കണം. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവം ദർശനം കൊടുത്തു. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവ ദർശനം കൊടുത്തു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവം ദർശനം തരും. കിട്ടിയിട്ടില്ലാത്തവർ കരഞ്ഞു പ്രാർത്ഥിക്കും. ദൈവം വരാൻ പോകുന്ന കാര്യം, വന്നിട്ടുള്ള കാര്യം, അതുപോലെ ഓരോ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും, ദൈവം കാണിക്കും, ദൈവം പ്രവർത്തിക്കും. നമ്മൾ ദൈവവുമായിട്ട് അന്യോന്യതയോടുകൂടെ ജീവിക്കണം. അന്യോന്യതയോടുകൂടെ ജീവിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ദർശനം കിട്ടത്തുള്ളൂ. അവൻ ദൈവത്തെ കണ്ണാലെ കണ്ടു, അവൻ ദൈവം നിൽക്കുന്നവൻ കണ്ടു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവ ദർശനമുള്ളവർ ആയിരിക്കണം. പത്രോസിന് മാത്രമല്ല, പൗലോസിന് മാത്രമല്ല, സ്തേഫാനോസിന് മാത്രമല്ല ദൈവം ദർശനം കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട നമുക്കും ദൈവം ദർശനം തരും. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദർശനം കിട്ടത്തുള്ളൂ. ദൈവം മക്കളെ ഉപദ്രവിക്കുമ്പോൾ ഇരുന്ന ദൈവം എഴുന്നേറ്റ് നിന്നു. അത്ര സ്തേഫാനോസിനോട് ദൈവവും സ്തേഫാനോസുമായിട്ട് നല്ല കണക്ഷനായിരുന്നു. അതേ കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്തേഫാനോസ് മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കുന്നവൻ ആയിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നമ്മൾ വല്ലതും അറിയുന്നെങ്കിൽ അയ്യോ അവനെ ശപിച്ചേന്, അയ്യോ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, ഇവരെ വെറുതെ വിടരുത് എന്നും പറഞ്ഞ് ഈ കാലത്തെ ജനങ്ങളാണെങ്കിൽ അങ്ങനെ പറഞ്ഞേനെ. ഇല്ല, അവൻ എന്തു ചെയ്തു? മറ്റുള്ളവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ തുടങ്ങുന്നു, രക്തം ഒഴുകുന്നു, അവന് നിൽക്കാൻ പോലും ശക്തിയില്ല. അവൻ മുട്ടുകുത്തി വേദന നിറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരുടെ പാപങ്ങളെ ഇവർക്ക് കണക്കിടരുത്, ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ മറ്റുള്ളവരാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവരെ ശാപവാക്കുക, ഇവർ നശിച്ചു പോകട്ടെ എന്നും പറഞ്ഞ് ശാപവാക്കിയനെ. പ്രിയ മക്കളെ, നമ്മൾ ആരെയും ശാപമാക്കുവാൻ പോകരുത്. യഹൂദര് കർത്താവായ യേശുവിനെ ക്രൂശിച്ച സമയത്ത് ആ ക്രൂശിൽ കടന്നു ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഇവരുടെ പാപങ്ങൾ കണക്കിടരുതേ, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവും പറഞ്ഞത്. പ്രിയ മക്കളെ, നമ്മൾ ആരും ശാപം കൊടുക്കാൻ പോകരുത്, നമ്മൾ ആരെയും ശപിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കെവിടെ പോകാൻ സാധിക്കും? സ്വർഗരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ ശാപം കൊടുത്തുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് എവിടെ പോകും? നിത്യ നരകത്തിൽ പോകും. അതുകൊണ്ട് ആരെയും, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആരെയും ശപിക്കരുത്. ഒരു ചേട്ടനെ ശപിക്കരുത്, ഒരനിയനെ ശപിക്കരുത്, ഒരു ചേട്ടത്തിയെ ശപിക്കരുത്, ഒരനിയത്തിയെ ശപിക്കരുത്, ഒരയൽക്കാരെ ശപിക്കരുത്, ഒരു കൂട്ടുകാരെ ശപിക്കരുത്, ആരെ ശപിക്കരുത്. നമ്മൾ കണ്ണുനീരോടുകൂടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിച്ചത്, അല്ലേ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആൻറ്റി, എനിക്ക് ഭയങ്കര കഷ്ടമാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിരെ
എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ മേല, എനിക്കെപ്പോഴും പുറത്ത് വേദനയും വയറ്റുവേദനയാണെന്നും പറഞ്ഞു വന്നു. ഡോക്ടർമാരെ എല്ലാം കാണിച്ചിട്ടും ഒരുപാട് ഗുളിക കഴിച്ചിട്ടും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ അവർ മുടിയാണ് അഴിച്ചിട്ടത്. പെട്ടെന്ന് അവർ കെട്ടിയിരുന്ന മുടി അങ്ങ് അഴിച്ചിട്ട് അവരുടെ മുഖഭാവം എല്ലാം അങ്ങ് മാറി അവർ എടുത്തടിച്ച് താഴെ വീണ് 92 അടി നീളമുള്ള ചർച്ച് മുഴുവനും 3 ട്രിപ്പ് ഉരുണ്ട് കോറി ഉരുണ്ട് പിന്നെയും എൻ്റെ സൈഡിലേക്ക് വന്ന ഉടനെ ഞാൻ പറഞ്ഞു, മതി, അവളെ കഷ്ടപ്പെടുത്തിയത് മതി, നീ അവളെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ. ഇല്ല, നീ വിടണം. അവൾ ഇന്ന് യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. യേശു ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഞാൻ വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ അവളെ വിട്ടു പോകണം. കണ്ണ് തുറന്ന് യേശുവിനെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കണ്ണ് തുറക്കാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ നീ പോയെന്ന് എനിക്കറിയണം. മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. കൈ മുകളിലോട്ട് ഉയർത്താൻ പറഞ്ഞു. കൈ ഉയർത്തി. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നീ 3 പ്രാവശ്യം നിലത്തടിച്ച് ഞാൻ പൊക്കോളാമേ എന്ന് എത്ര ശക്തിയുണ്ട് അത്രയും ശക്തി വിളിച്ചു പറയാൻ പറഞ്ഞു. അതുപോലെ വിളിച്ചു പറഞ്ഞ് അവരുടെ ശരീരത്തിൽ നിന്നും ആ വ്യാധി, ആ സാത്താൻ പോയി. നമ്മുടെ ദൈവം ആരാണ്? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനോ കുറയണം, എൻ്റെ യേശു വളരണം. എൻ്റെ യേശു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. കൈ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പാ, ഏതെല്ലാം കഷ്ടങ്ങളാൽ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നിനക്കറിയാവപ്പാ. ഞാൻ ആരെയും കാണുന്നില്ലപ്പാ, നീ കാണുന്ന ദൈവമാണപ്പാ. സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദവിടവുമായിരിക്കുന്ന യേശുവിൻ്റെ കരവിതാ നിങ്ങളുടെ മേലെ വരുന്നു. പരിശുദ്ധാത്മനെ ഇപ്പോൾ തന്നെ തൊടണമേ, ഈ നിമിഷമേ തൊടണമേ. വയറ്റുവേദന, തലവേദന, കർത്താവേ, അപ്പ കഴുത്തുവേദന, അപ്പ മുട്ടുവേദന, ഏതെല്ലാം വേദനകളാൽ കഷ്ടപ്പെടുന്നപ്പ, നിന്റെ അടിപ്പിടലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നപ്പ. അതുപോലെ കർത്താവേ, എത്രയോ ജനങ്ങൾ ആശുപത്രിയിൽ ICUയിലും വെന്റിലേറ്ററിലും വാർഡിലുമായി കഴിയുന്നപ്പ, ഇപ്പോൾ തന്നെ നീ തൊടണമേ. ഈ നിമിഷമേ നീ തൊടണമേ. പരാലിസിസ് അടിച്ചോ കർത്താവേ, ക്യാൻസർ രോഗത്താല്, അപ്പ ട്യൂമർ രോഗത്താല്, ഹാർട്ട് പേഷ്യൻ്റ് ആകി ഏതെല്ലാം രീതിയിൽ കഴിയുന്നപ്പ, അവരെ നീ തൊടണമേ. ഇപ്പോൾ തന്നെ നീ തൊടണമേ കർത്താവേ. നീ കൈവിടല്ലപ്പ. ഒരിക്കലും നാശമായി പോവാൻ നീ വിടല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ കർത്താവേ. അപ്പ, വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ അപ്പ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ അപ്പ. അതുപോലെ എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പ. നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ഒരു വിധത്തിലും ജീവിക്കുവാൻ സാധ്യമല്ലപ്പ. നിന്റെ കൃപ വേണമപ്പ, നിന്റെ കൃപ വേണമപ്പ. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കൈവിടല്ലപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.